ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ് ബൈ സ്റ്റെഫി. സോ കുറച്ച് നാൾ മുന്നേ ഞാനൊരു ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ ചെയ്തായിരുന്നു. ഒരു റീഡിംഗ് കോർണർ ഉണ്ടാക്കിയതായിരുന്നു അത്. അപ്പം അന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു കിഡ്സ് ബെഡ്റൂമിൻ്റെ മേക്ക് ഓവർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ കുറച്ച് വൈകിപ്പോയി, കുറച്ചധികം പണികളുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കിഡ്സ് ബെഡ്റൂം എന്ന് പറയുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ അത്ര വലുതൊന്നല്ല, ഒരു ചെറിയൊരു ബെഡ്റൂമാണ്. സോ കുറേ നാളായിട്ട് അതിങ്ങനെ വൈറ്റ് പെയിൻറ്റ് ഒരു ബോറിംഗ് ആയിരുന്നു. എനിക്ക് തന്നെ ഒരു ബോറിംഗ് ഫീലിംഗ് ആയിരുന്നു. സോ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു അത് എന്തെങ്കിലും ഒരു എനർജറ്റിക് ആയിരിക്കണം, അവർക്ക് അതിൽ കയറുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തോന്നിക്കണം എന്നൊക്കെ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം ഇന്ന് ഫൈനലി എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പം മക്കളെ ഇന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻട്രോ തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് വീഡിയോ കുറച്ച് ലെങ്തിയാണ്. സോ 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇതിന് ഞാൻ കുറേ DIYs യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസിങ് ഓൺ ആ ട്രാൻസ്ഫോർമേഷൻ, ലൈക്ക് ഹൗ ദ ബെഡ്റൂം വാസ് ആൻഡ് ഇപ്പോൾ നമ്മൾ ബെഡ്റൂം എങ്ങനെയാക്കി എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇതിൽ മെയിൻലി കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ അവസാനം വരെ കാണുക. അപ്പം there you go. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിഡ്സ് ബെഡ്റൂം. കണ്ടോ, അത്ര സ്പേഷ്യസ് അല്ല. അപ്പം ഞങ്ങളിവിടെ ഒരു ബങ്ക് ബെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മൊത്തം കൂടെ കുറച്ചൊരു കൺജസ്റ്റഡ് ഫീലിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചത് നല്ലൊരു പിക്ചർ ആയിരുന്നില്ല, വന്നപ്പം അത്രയും ഒരു സുഖം തോന്നിയില്ല. കുറച്ചും കൂടെ ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം ഈ വിൻഡോ എന്ന് പറയുന്നത് നേരെ പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന കിച്ചണിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാള് ആക്സെന്റ് വാളാക്കി വെച്ച് നമുക്കിതൊരു വേറൊരു പെയിൻറ്റ്, ഒന്നും കൂടെ ഒരു എന്താ പറയുക, ഒരു എനർജി തോന്നിപ്പിക്കുന്ന ഒരു പെയിൻറ്റും പിന്നെ കുറച്ച് കോഡ്സൊക്കെ കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇപ്പം സ്റ്റോറേജിന് ഇവിടെ ഇതുപോലെ ഒരു കബേർഡ് ഇട്ടിട്ടുണ്ട്, അവരുടെ ഇങ്ങനത്തെ ക്രാഫ്റ്റിൻ്റെ ആക്സസറീസ് ഒക്കെ വെക്കാൻ. പിന്നെ ഒരു സ്റ്റഡി ടേബിൾ, ഇതൊരു സ്റ്റഡി ടേബിള്. പിന്നെ ഉള്ളത് ബെഡിൽ തന്നെ സ്റ്റോറേജ് അത്യാവശ്യം അവർക്കുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയും ഇതുപോലെ 2 കബേർഡ്സ് ഉണ്ട്, അപ്പോൾ അതിൽ ഡ്രസ്സൊക്കെ വെക്കാം. പിന്നെ ഈ ഒരു സ്റ്റഡി ടേബിള് വൈറ്റ് പെയിൻറ്റ് ചെയ്യണം. പിന്നെ ഇതേ ബങ്ക് ബെഡിൻ്റെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ബുക്സൊക്കെ വെക്കാനുള്ളവർ കണ്ടോ. അപ്പം കുറച്ച് ഏരിയ ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബങ്ക് ബെഡാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ മെസ്സായിട്ടാണ് കിടക്കുന്നത്, കാരണം ഇവർക്ക് ഇത്രയും കാലം ലേണിങ്ങും അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കേർട്ടനൊക്കെ ഒന്ന് മാറ്റാൻ പ്ലാൻ ഉണ്ട്. കേർട്ടൻ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഒരുപാട് ഇങ്ങനെ കൺജസ്റ്റഡ് ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി അത് ലൈറ്റ് ഷെയ്ഡ് ആക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്നു. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായ കാരണം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ചീക്കി യെല്ലോ എന്ന് പറഞ്ഞ പെയിൻ്റാണ്. ഇത് വാട്ടർ ബേസ്ഡ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഷെയ്ഡ്. കുറച്ച് വെളിച്ചം കുറവുള്ള റൂമായ കാരണമാണ് ഈ ബ്രൈറ്റ് കളർ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം 2 ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ ഇങ്ങനത്തേത് കോർണേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ റോളർ ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു റോളർ ബ്രഷ് വാങ്ങിച്ചിട്ട് നമ്മുടെ മോപ്പ് ചെയ്യുന്ന സ്റ്റിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോർണറിലൊക്കെ പെയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലല്ല. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അവിടെയൊന്നും ആവില്ലല്ലോ, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിലൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ പെയിൻറ്റ് ചെയ്തു, കോർണറിൽ, താഴെ, പിന്നെ ഈ സ്വിച്ച് ബോർഡ് ഇരിക്കുന്ന ഭാഗം, ഇത്രയും ഭാഗമാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫോട്ടോ ഫ്രെയിംസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഞാനിവിടെ കോഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തെ കോഡ്സ് വായിക്കാൻ. അപ്പം ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് കോഡ്സ് ഞാനിങ്ങനെ വീട്ടിൽ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ സെൻറ്റർ ചെയ്ത് വെക്കാൻ വിചാരിക്കുന്നത് ഇതാണ്, I can do all things through Christ who strengthens me. അപ്പം ഇത് സെൻറ്റർ ചെയ്തപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചുമര് മുട്ടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എങ്ങനെയാണ് വെക്കണേന്നുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഏകദേശം നമ്മുടെ ഗാലറി വാള് കാണാനുണ്ടാവുക. കണ്ടപ്പോൾ ഈ
ഒരു കളർ വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പം ഇപ്പോൾ ഇവിടെ രാവിലെ 7 മണിയായിട്ടുള്ളൂ. മക്കൾ നല്ല ഉറക്കമാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം എണീറ്റത്. എന്നാൽ എൻ്റെ വിധ അലക്കോല പണികളൊക്കെ തീരുള്ളൂ. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള പണികൾ ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ നമ്മുടെ വാൾ പെയിൻറ്റിങ് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലാമ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അവരുടെ ബുക്സ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. ഇനി കുറച്ച് അലങ്കാരപ്പണികൾ കൂടി ബാക്കിയുള്ളൂ. ഞാൻ അന്നൊരു ഗാലറി വാൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത്. ഇപ്പോഴേ നമ്മുടെ ഫ്രെയിംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ന്യൂസ് പേപ്പർ ഫ്രെയിമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. നമുക്ക് ഏത് കളറിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം. എക്സ്പെൻസീവ് അല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഇതുപോലെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 12 ഇതുപോലത്തെ കോഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്രയാണ് ഇപ്പം നമ്മുടെ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാനിത് ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു ഐഡിയ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ തന്നെ വോളിൽ കൊണ്ട് വെക്കാതെ നിങ്ങൾ താഴെ എവിടെയെങ്കിലും വെച്ച് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഏകദേശം ഒരു അലൈൻമെൻറ്റ് ശരിയാക്കി വെക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെല്ലോ ടേപ്പ് തന്നെയാണ്. ബട്ട് ഇത്തവണ ഒരു ഡിഫറൻറ്റ് സെല്ലോ ടേപ്പ് കണ്ടോ. ഇതൊന്നും കൂടെ എന്താ പറയുക, സ്ട്രോങ് ആണ്. മറ്റേ ടേപ്പിനെ പോലെയല്ല, നല്ല സ്റ്റിക്കിനെസ്സാണ്. അപ്പം ഇത് ഇങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, നല്ല സ്റ്റിക്കിയാണ്. അപ്പം ഈ പേപ്പറിൻ്റെ വെയിറ്റ് ഒക്കെ വരുമ്പോൾ കുറച്ചൊരു വെയിറ്റ് വരുന്നുണ്ട്. ഞാനെല്ലാം ഇത് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗാലറി ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേബിൾ നമ്മൾ വുഡ് പ്രൈമർ 2 കോട്ട് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മീതെ നമ്മൾ നോർമൽ പെയിൻ്റാണ് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ നാമലല്ല, ഞാൻ മാറ്റ് ഫിനിഷിംഗ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മക്കളുടെ പീഡിയാഷ്യൂറിൻ്റെ ബോട്ടിലാണ്. അതിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കുറച്ച് വെള്ളം, വാട്ടർ ബേസ്ഡ് ആണ്. ഇപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. നമുക്ക് റോളർ ബ്രഷിൽ എല്ലായിടത്തും ഈക്വലായിട്ട് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് കോട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു വോള് നമുക്കിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഗ്രാനൈറ്റാണിത്. ഇത് ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ആ ഒരു തീമിന് പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഏരിയ അല്ലേ ഉള്ളൂ, അപ്പോൾ ജസ്റ്റ് ഒരു 3-4 മതിയാവും. അപ്പോൾ ഇത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ. അപ്പം നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഇതിങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ അത് അത്രയും വൃത്തിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേർട്ടൻ്റെ അറ്റം വെട്ടിയത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് വെറുതെ ഈ സൈഡിൽ നിന്ന് സീൽ ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാട്ടർ ഡിസ്പെൻസർ വെച്ചിരുന്നു. അപ്പോൾ അതിന്മേൽ ജസ്റ്റ് ഒരു ഡ്രിങ്ക് പ്യുവർ വാട്ടർ സ്റ്റേ ഹെൽത്തി എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡെസ്ക്ടോപ്പ് പേപ്പർ ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതാണ്. വിൻഡോസിൻ്റെ അവിടെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം ലഷ് ഗ്രീൻ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോർമൽ ഒരു കേർട്ടനും സ്റ്റാർ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം ബെഡ്റൂമിൽ ഒരു ഡിം ലൈറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഔൾ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നതാണ്, DIY എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഔൾ ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചുമ്മാ കബേർഡുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെൻസിലായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് പേപ്പറിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ നോർമൽ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ശരിക്കും സ്റ്റെൻസിലായിട്ട് ചെയ്യുമ്പം നമ്മളത് സെല്ലോ ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് സ്പ്രെഡായി പോവും. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ ഡിസൈനായ കാരണം കൊണ്ട് മാത്രം വെറുതെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് ഏത് ഡയറക്ഷനിലാണോ ആ ഡിസൈൻ ഉള്ളത് ആ ഡയറക്ഷനിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ന്യൂസ് പേപ്പർ റീസൈക്ലിംഗ് ബേസ് ചെയ്തിട്ടാണ്. ഫ്രെയിംസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് DIY. എനിക്ക് ബെഡ്റൂം മേക്ക് ഓവറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട DIY ഇതാണ്, ഔൾ ഹൗസ്. ഇത് ചെയ്യാൻ മെയിൻലി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഉറങ്ങുള്ളൂ. എന്നാൽ ഒരുപാട് ലൈറ്റ് ആണെങ്കിൽ അവർ കളിച്ചിരിക്കും. സോ അതുകൊണ്ടാണ് ഈ ഡിം ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് കോർണർ ഇതാണ്. കോർണർ എന്ന് പറയാൻ പറ്റില്ല, വിൻഡോസ് ആണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വിൻഡോ കേർട്ടൻസ് ആണ്, സ്റ്റാർലൈറ്റ് കേർട്ടൻസ് ആണ്. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കേർട്ടൻസ് ആണെങ്കിലും വളരെ ചീപ്പാണ്, നോർമൽ നെറ്റ് ഫാബ്രിക് ആണ്. അപ്പോൾ ആ നെറ്റ് ഫാബ്രിക്കിൻ്റെ താഴെ ഉണ്ടായിരുന്ന സ്കാലപ്സ് ആണ് ഞാൻ കട്ട് ചെയ്തിട്ട് സ്റ്റാൻഡുമേ സൈഡ്സിലൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പണ്ടത്തെ വാർഡ്രോബിൻ്റെ ഒരു വുഡൻ പീസാണ്. അപ്പോൾ അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലാമ്പ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിനെ റീയൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു പേപ്പർ ഡെസ്ക് ഓർഗനൈസർ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ ബോക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഇതുപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റാപ്പർ വെച്ച് റാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ മക്കളുടെ അസൈൻമെൻറ്റ്സും ആർട്ടിക്കിൾസും അവർ ചെയ്യുന്ന ക്രാഫ്റ്റും ആർട്ട് വർക്ക്സും ഒക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിലൊരു എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടി ഒരു ഫണ്ണി കോട്ട് ആഡ് ചെയ്യുക, അതുപോലെ വല്ല ഫീഡ് മീ വിത്ത് യുവർ ഇമാജിനേഷൻ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്, ഒരു കട്ടൗട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഫേവറേറ്റ് ബുക്സ് ആൻഡ് ഡിക്ഷണറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സോ ലൈക്ക് ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്ക് വെച്ചിരിക്കുന്നത്. സോ അതിലൊരു ബ്യൂട്ടിഫുൾ കോട്ട്, ടുഡേ എ റീഡർ ടുമോറോ എ ലീഡർ കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വിച്ച് ആർട്ട്, ഒരു എന്താ പറയുക കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഫണ്ണി സ്വിച്ച് ആർട്ട് കൊടുത്തിട്ടുണ്ട്, പെൻക്വിൻസിൻ്റെ. ഇത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സോസ് കെച്ചപ്പ് ബോട്ടിൽ വെച്ചിട്ട് റീസൈക്കിൾ ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ മക്കളുടെ ക്രാഫ്റ്റ് സപ്ലൈസ്, അതേപോലെ പെൻസിൽ സ്കെയിൽസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മയോണൈസിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് 2 ബോക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റയൻ ആൻഡ് റിക്കി. അപ്പം ഈ ബെഡ്റൂമിൽ ഞാൻ മെയിൻലി 2 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൺ ഇസ് ലഷ് ഗ്രീൻ, അത് നമ്മൾ വിൻഡോസ് പിന്നെ അതുപോലെ ടേബിൾ അങ്ങനത്തെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലഷ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതർ വൺ ഇസ് ചീക്കി യെല്ലോ. ചീക്കി യെല്ലോ ഷെയ്ഡ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും. കുട്ടികളുടെ ബെഡ്റൂമിന് വളരെ നല്ലൊരു കളറാണ്, നല്ല ബ്രൈറ്റ് കളറാണ്. ബട്ട് എന്താ പറയുക, നല്ലൊരു എനർജി തോന്നിക്കുന്ന, ഒരു പോസിറ്റീവ് വൈബ് തോന്നിക്കുന്ന കളറാണിത്. അപ്പം ഈ ഒരു സ്റ്റാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാർഡ്രോബിലുണ്ടായിരുന്ന ഒരു വുഡൻ പ്ലാങ്ക് ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. സോ അത് ബ്രൗൺ കളറായിരുന്നു, ഇതിൻ്റെ തീമായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ ഇതിൻ്റെ ഈ ഒരു കളറിൽ എന്താ പറയുക, ഈ ടീൽ ഷെയ്ഡിലുള്ള പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ട് ഞാൻ റാപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് മൊത്തം. പിന്നെ അവർക്ക് കിട്ടിയിരിക്കുന്ന മെഡൽസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കബോർഡാണ്. ഇതിൽ 6 ഡ്രോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതുപോലെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുക്കീസ് ബോക്സസ് ഇല്ലേ, അത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നവരുടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഇങ്ങനെ ഒരു ഡിസ്പെൻസറി ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ലേണിങ്ങിൻ്റെ സമയത്തൊക്കെ അവർ വെള്ളം കുടിക്കുന്നത് പൊതുവേ കുറവാണ്. സോ അതുകൊണ്ട് അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ കുടിക്കുമല്ലോ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ഞാനൊരു മിക്കി മൗസ് തീമിലുള്ള ബെഡ്ഷീറ്റാണ് ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെഡ് സൈഡ് മാറ്റിന് പകരം ഞാൻ അവിടെ പ്ലേ മാറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ബങ്ക് ബെഡാണ്. ഈ കോട്ട ആക്ച്വലി ഇതിൻ്റെ ഇൻസൈഡിലാണ് വരേണ്ടത്. പക്ഷേ ഞങ്ങൾ സ്പേസ് കൺസ്ട്രെയിൻസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങോട്ട് മാറ്റിയിട്ടത്. കാരണം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുന്ന ആ ഒരു കബേർഡ്സിലൊന്നും നമുക്ക് ബുക്സ് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ അവരുടെ മറ്റേ ഈസലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്ലെയിൻ ആയിട്ട് വിട്ടിരിക്കുന്നത്. പിന്നെ അവരുടെ കുറച്ച് ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഞാനിവിടെ ഇങ്ങനെ, ഇതൊരു ഫോം ഫ്രെയിമാണ്, ഫോം ഷീറ്റ് കൊണ്ടുള്ള ഫ്രെയിമാണ്. ഇത് ഞാൻ ലുലുന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പം അവരുടെ ഒരു എന്താ പറയുക, ഒരു ട്രെയിൻ ഓഫ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്. ഇത് ഐക്കിയെന്ന് വാങ്ങിച്ചതാണ് പണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു വുഡൻ ഫ്രെയിമൊക്കെ ഈ ഒരു കോമ്പിനേഷന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് പെയിൻറ്റ് ചെയ്തു.
അപ്പം ഇതിൽ ഞാൻ മെയിനായിട്ട് എനിക്ക് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്തത് ഈ കബേർഡായിരുന്നു. സോ ലൈക്ക് നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇതിലിപ്പം അണീവൺ ആണ് കുറച്ച്. അത് ആക്ച്വലി എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. MDF നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം എപ്പോഴും വുഡ് പ്രൈമർ അടിച്ചിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ ഇറഗുലാരിറ്റീസ് അധികം മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്റ്റെൻസിൽ ആർട്ട് പോലെ ചെയ്തിരിക്കുന്നത്. ഈ ടേബിള് ഞാൻ വുഡ് പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. You love it? Yes. Which one you like the most? Everything. We also love everything. Do not disturb Ryan and Ricky. At work. Yes. No. And I almost remember. Ryan and Ricky. Teddy bear I used to play with. Near the light. Teddy bear. Okay. So you are teddy bear. Okay, so you're gonna sleep here from tomorrow onwards, right? Why maybe? You didn't like this room? I love this room, but You want to sleep with Appa and Amma, right? So you're gonna play here? yeah, playing here and taking a tiny nap here. Okay. Big nap. Okay. And I can even see the whole world. Oh my god. Okay, so Ryan and Ricky, are you happy with your room? Yeah, very nice. You loved it? Yes, I love it. Very nice. Oh, I'm so happy for you. Thank you. Say bye. Bye. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റ് നല്ല റെസിപ്പീസ് ആയിട്ടും ഇതുപോലത്തെ മേക്ക് ഓവേഴ്സ് ആയിട്ടും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, it's bye from Stephy. Say bye.